ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ 100 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ലാലേട്ടന്റെ തുടരും. ഒരു ഫാമിലി ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലെത്തി ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച സിനിമ വെറും 6 ദിവസങ്ങൾ കൊണ്ടാണ് 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കടന്നത്. ഈ പറഞ്ഞ 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ പല മലയാളം സിനിമകളെയാണല്ലോ കളക്ഷന്റെ കാര്യത്തിൽ മറികടന്നിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഏറ്റവും അടുത്തതായിട്ട് മറികടന്ന വിവിധ സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 82 കോടി കളക്ഷൻ പിന്നിട്ടപ്പോൾ തന്നെ കുറിപ്പിനെയും കണ്ണൂർ സ്ക്വാഡിനെയും മറികടന്ന വിവരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ശേഷം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 83 കോടി 50 ലക്ഷം മറികടന്ന സിനിമ നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന സിനിമയുടെ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഫൈനൽ കളക്ഷനും വെറും 5 ദിവസത്തെ കളക്ഷൻ കൊണ്ട് മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ അന്നത്തെ വമ്പൻ ഹൈപ്പെല്ലാം തന്നെ നേടിയെടുത്ത പോസിറ്റീവ് ലഭ്യമായ സിനിമയാണ് ഭീഷ്മപർവം. ഇപ്പോഴത്തെ ആ കളക്ഷനാണ് നിസ്സാരമായിട്ടൊരു ഫാമിലി പടം വെച്ച് ലാലേട്ടന്റെ തുടരുമെന്ന സിനിമ 5 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുന്നത്. ഭീഷ്മ ഫൈനൽ മറികടന്നതിന് ശേഷം ലാലേട്ടന്റെ തന്നെ നേര് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ് ഇതിനോടകം തന്നെ ലാലേട്ടന്റെ തുടരും മറികടന്നിരിക്കുന്നത്. 85 കോടി 50 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ശേഷം കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന 90 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയും തുടരും മറികടന്നിരിക്കുകയാണ്. അങ്ങനെ 100 കോടിയിൽ താഴെ കളക്ഷൻ നേടിയെടുത്ത സകല മലയാളം സിനിമകളെയും തൂക്കിയ ലാലേട്ടൻ ഇനിയും വിവിധ മലയാളം സിനിമകളെ മറികടക്കാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ മലയാളത്തിൽ സജീവമല്ല, മലയാളത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും അന്യഭാഷയിൽ പോയി 98 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയാണല്ലോ സീതാരാമം. അതുപോലെ ഫാമിലി ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി 110 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. രണ്ടും ദുൽഖർ സിനിമകളാണ്. ഇതിൽ സീതാരാമത്തെ മറികടന്ന ലാലേട്ടൻ ഇപ്പോഴത്തെ ഫാമിലി പടം വെച്ച് ലക്കി ഭാസ്കർ എന്ന ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയെ ഒരിക്കൽ കൂടി മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് പിരിക്കുന്ന ലാലേട്ടന് നിലവിൽ എതിരാളികളുണ്ടോ എന്ന് പോലും സംശയത്തോടെയാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ, കൂടുതൽ തുടരും ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്.